ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ചുറ്റുപാടും ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ദൈവനാമത്തിൽ ഈ പുതുവർഷത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നിങ്ങളേവരും അറിഞ്ഞിരിക്കുന്നത് പോലെ കഴിഞ്ഞൊരു വർഷക്കാലം മാരകമായ ഒരു രോഗത്തിന് ഞാൻ അടിമയായി തീർന്നു. 2022 സെപ്റ്റംബർ മാസത്തിലാണ് ഞങ്ങളുടെ സഹോദരി സമാജത്തിൻ്റെ ലാസ്റ്റ് യോഗം തുടങ്ങിയത്. ആ സമയത്ത് എൻ്റെ സഹോദരിമാരോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പ്രയാസം നേരിടുന്നുണ്ട്, ഞാൻ ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ട് ഞാൻ വന്നിരിക്കുകയാണ്, ബയോപ്സി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അടൂർ സെൻറ്റർ സഹോദരി സമാജത്തിൽ ഞാൻ സെക്രട്ടറിയുമായിരുന്നു. ആ സമയത്ത് എൻ്റെ സഹോദരിമാരോട് ഞാൻ പറഞ്ഞിട്ട് ആണ് പോയത്. എല്ലാവരും എന്നെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് എന്നെ അയച്ചു. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ അത് ക്യാൻസർ ആയിത്തീർന്നു. എന്നാൽ ആ സമയങ്ങളിൽ അറിഞ്ഞ അന്ന് തന്നെ എൻ്റെ മനസ്സിൽ വളരെ പ്രയാസം തോന്നി. ദൈവമേ, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? എല്ലാം ശാന്തമായി ഒഴുകുന്ന സമയം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ആവോളം മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടും ഭവനത്തോടുമുള്ള രീതിയിൽ സഭയിലും പൊതുസ്ഥലത്തും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ശുശ്രൂഷകളെ എന്നെക്കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചതെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. ആ സമയം തന്നെ ആശുപത്രിയിലിരുന്ന് ആ സമയം തന്നെ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന വചനം, എൻ്റെ താതൻ അറിയാതെയും അനുവദിക്കാതെയും ഒന്നുമല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഞാൻ നിന്നെ ഈ തീച്ചൂളയിൽ കൂടി കടത്തിവിട്ട് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും. അതേ മക്കളെ, ഞാൻ ആ വചനം അവിടെ ഇരുന്ന് ഏറ്റെടുത്തു. എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. നീണ്ട ഒരു വർഷക്കാലം 2022 സെപ്റ്റംബറിന് 21 തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ് 2023 സെപ്റ്റംബർ 17 വരെ നീണ്ടു. ഒരു നീണ്ട ട്രീറ്റ്മെൻറ്റ് 4 ഫേസിൽ കൂടി കടന്നുപോയി. ട്രിവാൻഡ്രം RCCയിലായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ്. എന്നെ പറഞ്ഞു വിട്ട ഒരു സഹോദരി പറഞ്ഞു, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ബീല സാറ് മാത്യു എന്ന ഡോക്ടറെ വേണം ചോദിക്കാനെന്ന്. ആ ഡോക്ടറിനെ കാണുവാനിടയായി. എൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊത്തം നമ്മുടെ ബ്രദറുകാരിയായ ഒരു ഡോക്ടറായിരുന്നു അവർ. അവിടെയും എന്നോട് ദൈവം കരുണ കാണിച്ചു. ഒരു ദൈവത്തിൻ്റെ കരത്തിൽ തന്നെ എന്നെ ദൈവം ഭദ്രമായി ഏൽപ്പിച്ചു. എനിക്ക് വളരെ സമാധാനമായി. വളരെ പ്രയാസത്തിൽ കൂടിയാണ് തുടർന്നുള്ള നാളുകളെല്ലാം കടന്നുപോയത്. ഏറ്റവും പ്രയാസം കീമോ ആയിരുന്നു. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഞാൻ ആശുപത്രിയിൽ ചെന്നാൽ ഞാൻ വെറുതെ ഇരിക്കത്തില്ല. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരോടൊക്കെ ഞാൻ സംസാരിക്കും. അപ്പോൾ അവർ പോകുന്ന കഷ്ടതകളൊക്കെ എനിക്ക് മനസ്സിലാകുവാൻ സാധിച്ചു. അവരുടെ വേദനകളെ, പ്രയാസങ്ങളെ, അവരുടെ ഏകാന്തതകളെ, അവർ ദൈവത്തെ അറിയാത്തത്, അതുമൂലം അനുഭവിക്കുന്ന അവരുടെ വേദനകളെ, ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കുവാനിടയായി. അങ്ങനെയുള്ളവരോട് ഒരു ജീവിക്കുന്ന സത്യതയുമുണ്ടെന്ന് പറയുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ബൈബിൾ ബുക്ക്ലെറ്റുകൾ കൊടുക്കുവാനും ബൈബിള് തന്നെ കൊടുക്കുവാനും ഒക്കെ ദൈവം എനിക്ക് അവസരങ്ങൾ നൽകി തന്നു. കീമോ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് എടുത്തവർക്കറിയാം, വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ മെസ്സേജിൽ കൂടിയൊക്കെ കേട്ടപ്പോൾ എന്നെ ആശ്വസിപ്പിച്ച അനേക ദൈവവചനങ്ങളാണ് ഇവിടെ ഇന്ന് പറഞ്ഞത്. പത്രോസിൻ്റെ അമ്മായിയമ്മ സൗഖ്യമില്ലാത്തവളായി തീർന്നു. യേശു അവളെ സൗഖ്യമാക്കി. ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ സഭയിൽ നിന്നും കേട്ട വചനമായിരുന്നു. അവൾക്ക് യേശു സൗഖ്യം കൊടുത്തു, അവൾ എണീറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് നാം വായിക്കുന്നു.
അതുപോലെ തന്നെ ദൈവം എന്നെ ആക്കണമേ എന്ന് സഭയും എന്നെ അങ്ങനെ പറഞ്ഞയച്ചു. ആ രീതിയിൽ എനിക്ക് സൽപ്രവർത്തികൾ ചെയ്യുവാനും അനേകരെ ശുശ്രൂഷിപ്പാനും ഒക്കെ ദൈവമക്കളെ ആദരിക്കുവാനും ശുശ്രൂഷിക്കാനും ഒക്കെയുള്ള മനസ്സുള്ളൊരു കൂട്ടത്തിലാണ്. എൻ്റെ പ്രയാസം അത് തന്നെയായിരുന്നു. എൻ്റെ ഭവനത്തിൽ വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാതെ വിടുന്ന എനിക്ക് പ്രയാസമാണ്. എൻ്റെ ദൈവമേ, എത്രയും വേഗം എന്നെ ഈ പ്രയാസത്തിൽ നിന്ന് കടത്തിവിട്ട് എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന അനേക ദൈവമക്കൾ, ഈ ലൈവിൽ കൂടി കാണുന്ന ഈ മീഡിയയിൽ കൂടി കാണുന്ന അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ 3 നമ്മൾ സെൻട്രലിലെ സഹോദരിമാർ എൻ്റെ പ്രാർത്ഥനാ വിഷയം സെക്രട്ടറിമാർ പറയുകയും അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സഹോദരന്മാർ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ അനേക ദൈവവചനങ്ങൾ, അനേക പാട്ടുകൾ ഇതിൽ കൂടിയൊക്കെയാണ് എനിക്ക് ദൈവം ആശ്വാസം തന്നത്. അനേകർ എന്നെ ഫോൺ വിളിച്ച് എന്നെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. അനേകർ മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. അനേകർ ദൈവവചനം അയച്ച് ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകാലം ഞാൻ ഓർപ്പിക്കുന്നത്, ഈ പ്രയാസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ അവരെ ചെന്ന് കാണുന്നതിനേക്കാൾ നല്ലത് ഒന്ന് ഫോൺ ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ടായിട്ട് അവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു വചനം അയച്ചു കൊടുക്കുകയോ അതൊക്കെയാണ് ഏറ്റവും നന്നായിരിക്കുന്നത്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് രുചിച്ചറിയുവാനിടയായി. ഞാൻ അനേക ദൈവവചനങ്ങളെ ഏറ്റെടുത്ത് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ എന്നെ ഇടയായി. അനേക കുറവുകൾ എനിക്ക് കണ്ടെത്തുവാനും എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിൻ്റെ വരവിനായി ഒരുങ്ങുവാനും എന്നെ ദൈവം സഹായിച്ചു. പ്രത്യേകം എല്ലാവരും വിചാരിക്കും ഈ രോഗം വരുമ്പോൾ അങ്ങ് ഭയങ്കര നിരാശയായി പോകുമെന്ന്. എന്നാൽ നിരാശയും പ്രത്യാശയും 2 പേരാണ് നമ്മുടെ ഈ രോഗങ്ങളിൽ നമ്മളോട് കൂടെ വരുന്നത്. എന്നാൽ പ്രത്യാശയെ മുറുകെ പിടിക്കാമെങ്കിൽ വളരെ പ്രത്യാശയോടെ സന്തോഷത്തോടെ ദൈവം തരുന്ന കഷ്ടത അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയാകും. മാത്രമല്ല, എൻ്റെ ഓപ്പറേഷൻ്റെ സമയത്ത് ജോയ്സ് മാമയും കുഞ്ഞുഞ്ഞമ്മാമയും നമ്മുടെ ഡാർലി മാമയും ഒക്കെ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് എന്നെ പ്രാർത്ഥിച്ചാണ് അവരെന്നെ ഓപ്പറേഷനും പറഞ്ഞു വിട്ടത്. അങ്ങനെ എല്ലാ രീതിയിലും എനിക്ക് വളരെ ദൈവകൃപ അനുഭവിക്കാനും അനേകം എൻ്റെ ചുറ്റും എനിക്ക് ഒരു പ്രാർത്ഥന കവചമുണ്ടായിരുന്നു. മാത്രമല്ല, ഓപ്പറേഷൻ്റെ സമയത്ത് എൻ്റെ ഓപ്പറേഷന് കയറുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ സഹോദരി എനിക്കൊരു വചനം അയച്ചു തന്നു. ഞാൻ മുമ്പും പിമ്പും അടച്ച് എൻ്റെ കൈ നിൻ്റെ മേൽ വെച്ചിരിക്കുന്നു എന്നുള്ള വലിയൊരു വാഗ്ദത്ത വചനം. അത് ഞാൻ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. ശരിയാണ്, തിയേറ്ററിൻ്റെ പുറത്തും തിയേറ്ററിനപ്പുറത്തും അകത്തും ആരും കാണില്ല. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ കൈ അവിടെ എൻ്റെ മേലുണ്ടായിരുന്നു. ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റ് എടുത്ത പലരും ഇന്ന് പല കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും 4 മാസമേ ആകുന്നുള്ളൂ. എന്നാൽ ദൈവം എനിക്ക് ഇത്രത്തോളം ധൈര്യം തന്നു, സൗഖ്യം തന്നു, സമാധാനം തന്നു. എൻ്റെ ഭവനത്തിലെ ജോലി കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപ എനിക്ക് ദൈവം തന്നു. അതെല്ലാവരുടെയും പ്രാർത്ഥനയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ സഭ, എൻ്റെ ഭവനം, എൻ്റെ സഹോദരിമാർ അനേകർ എന്നോടൊപ്പം എന്നെ ചേർത്ത് നിർത്തി. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എല്ലാ സമയത്തും ഒരു വചനം എപ്പോഴും എന്നെ ധൈര്യപ്പെടുത്തിയിരുന്നു. ഇതാണ് അത്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കുന്നുള്ള വാക്യം. ആ വാക്യത്തിനകത്ത് നമ്മുടെ ഞാൻ നിന്നോടെന്ന് പറയുന്നിടത്തോട് അവരവരുടെ പേരൊന്ന് ചേർത്ത് പറഞ്ഞാൽ നമുക്കത് വളരെ ധൈര്യം തരുന്നൊരു വാക്യമാണ്. ഭയപ്പെടേണ്ട, ഞാൻ വത്സയോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ വത്സയുടെ ദൈവമാകുന്നു, ഞാൻ വത്സയെ ശക്തീകരിക്കും, ഞാൻ വത്സയെ സഹായിക്കും, എൻ്റെ നീതിയുള്ള ബലങ്ങൾ കൊണ്ട് ഞാൻ വത്സയെ താങ്ങും. ഇതിനപ്പുറം എന്താണ് ഇപ്പോൾ ദൈവമക്കളെ നമ്മൾക്ക് വേണ്ടുന്നത്? നമ്മളെ താങ്ങുന്ന ഒരു ദൈവം, നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം, നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ കൂടിയിരിക്കുന്ന ദൈവം, സങ്കേതമായി ബലമായി നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ വലിയവനായ ദൈവം. ഈ ദൈവത്തിൽ നമ്മൾ കേട്ടതുപോലെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ നമ്മുടെ പ്രയാസത്തിൽ, പ്രതികൂലത്തിൽ, വേർപാടിൻ്റെ മധ്യത്തിലൊക്കെ നമുക്ക് ധൈര്യം തരും, നമ്മളെ ശക്തീകരിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വചനങ്ങളെ നൽകി തന്ന് നമ്മളെ ശക്തീകരിക്കും. ഇന്ന് കാലം എന്നെ കേൾക്കുന്ന അനേകർ പലവിധമായ രോഗങ്ങളുടെ മധ്യത്തിലാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പലരും വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്, പലവിധമായ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന പലരുണ്ട്. എല്ലാവർക്കും ഒരു വിടുതലായി തീരട്ടെ, ഒരു ധൈര്യമായി തീരട്ടെ. എൻ്റെ വാക്കുകൾ ദൈവം എന്നെ നിലനിർത്തിയെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. മാത്രമല്ല, എനിക്കിതിൽ നിന്നും പഠിക്കാൻ കഴിഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ രോഗത്തിന്, ഈ ക്യാൻസർ എന്ന രോഗത്തിന്
ദൈവത്തോട് ഉള്ള സ്നേഹത്തെ നമ്മളിൽ നിന്ന് ഇല്ലാതാക്കുവാൻ കഴിയുകയില്ല. മാത്രമല്ല, നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുവാനും സാധിക്കാത്തൊരു അസുഖമാണ്. എന്നാൽ നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാനും സാധിക്കത്തില്ല. നമ്മുടെ സമാധാനത്തെ കെടുത്തുവാൻ കഴിയുകയില്ല. നമ്മുടെ നിത്യജീവനെ അപഹരിക്കുവാനും ഈ രോഗത്തിന് കഴിയുകയില്ല. വലിയവനായ ദൈവമാണ്. എനിക്ക് വചനങ്ങളും പാട്ടുകളും അനേകരുടെ പ്രാർത്ഥനകളും എല്ലാം എനിക്ക് കോട്ടയായിരുന്നു. എന്നെ നടത്തിയ ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുകയാണ്. അനേക വചനങ്ങൾ എനിക്ക് എന്നെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പബ്ലിക് മീറ്റിങ്ങിന് ഇങ്ങനെ കടന്നു വരുന്നത്. എൻ്റെ അടൂർ സെൻ്റർ സഹോദരി സമാജത്തിന് എനിക്ക് ലാസ്റ്റ് കടന്നു പോകാൻ കഴിഞ്ഞില്ല. ദൈവം എനിക്ക് ആരോഗ്യം തരുന്നുവെങ്കിൽ തുടർന്നും ദൈവികമായ ശുശ്രൂഷയിലും ദൈവത്തോട് കൂടുതലെടുത്ത് ജീവിപ്പാനൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ അറിയുന്നത് പോലെ കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനാണ് ചെത്തി വെടിപ്പാക്കുന്നത്. ആ വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ താണിരുന്ന് കൊടുത്താൽ നമ്മളെ കൂടെ കഷ്ടങ്ങളിൽ നമ്മുടെ ഏറ്റവും അടുത്ത സഹിയായി കൂടെ എന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്നെ നന്ദി അറിയിക്കുന്നു. അവസരം തന്ന ഈ സഹോദരി സമാജത്തിലെ സെക്രട്ടറിയോടുമുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. തുടർന്നും എന്നെ പ്രാർത്ഥനയിൽ വഹിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിരുന്നുകൊള്ളുന്നു.